ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പോൾ നമ്മുടെ ഇന്ന് ഡെയിലി ബൂസ്റ്ററിൻ്റെ 61ാമത്തെ ദിവസമാണ്. 110/21 എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്ന് വർക്കൗട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മുടെ ആസ് യൂഷ്വൽ നമുക്കറിയാം ഇംഗ്ലീഷ്, മലയാളം, മാത്സ്, ഇന്ത്യൻ്റെ 30 മാർക്കിനാണ്. നമ്മുടെ മെയിൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇത്. ഡിഗ്രി ലെവൽ മെയിൻസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് നമ്മുടെ മാത്സ് ആണ് പോകുന്നത്. മാത്സിലേക്ക് പോകാം നമുക്ക്. നോക്കിക്കേ, ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നതെന്ന്. 2, 6, 10 എന്ന സമാന്തര ശ്രേണിയുടെ 68ാം പദവും 72ാം പദവും തമ്മിലുള്ള വ്യത്യാസം എന്ത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 62ാം പദവും 68ഉം 72ഉം തമ്മിലുള്ളത്. അപ്പൊ നമുക്കിവിടെ ആദ്യം എന്താണ് ചെയ്യേണ്ടത്? ആദ്യം നമുക്കറിയാം ഒരു സമാന്തര ശ്രേണിയുടെ എത്രാമത്തെ പദമാണെങ്കിലും നമുക്കതിനെ എങ്ങനെയാണ് നോർമലി നമ്മൾ എഴുതുന്നത്? ഓക്കെ, അതായത് ഇവിടെ നമ്മൾ പറയുവാണ് 2, 6, 10 ഇതാണ് സമാന്തര ശ്രേണി എന്ന് പറയുന്നത്. ഇവിടെ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 4ആണ്. അതായത് കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് 4ആണ്. ഓക്കെ, അതേപോലെ നോക്കിക്കേ, ഇതും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? എയിനോട് നമുക്കറിയാം 2 തവണ പൊതുവ്യത്യാസം കൂട്ടുമ്പോഴാണ് 3ാമത്തെ പദം കിട്ടുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? 68 നിന്ന് നമുക്ക് എന്ത് ചെയ്യണം? 72 നിന്ന് 68 കുറച്ച് നോക്കണം. അതായത് എത്രയായിരിക്കും വരേണ്ടത്? 68 കഴിഞ്ഞ് 69, 70, 71, 72 4 തവണ പൊതുവ്യത്യാസം കൂട്ടണം. 68നോട് 4 തവണ പൊതുവ്യത്യാസം കൂട്ടുമ്പോഴാണ് ഈ പറയുന്ന 72 എന്ന് പറയുന്നത് കിട്ടുന്നത്. അത് തന്നെയല്ലേ നമ്മളിവിടെ പറയുന്നത്. ഇപ്പൊ നോക്കിക്കേ, 2, 6, 10, 14 നമ്മൾ പറയുവാണ് ആദ്യ പദത്തോട് 3 തവണ പൊതുവ്യത്യാസം കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? A3 കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ പറയുകയാണ് 68നോട് 4 തവണയാണ് നമ്മളിവിടെ പൊതുവ്യത്യാസം കൂട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 4D ആണ്. ഡി നമുക്കറിയാം എത്രയാണ്? 4 × D എന്ന് പറയുന്നത് 4 നമ്മൾ ആദ്യം തന്നെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. 4 × 4 എന്ന് പറയുന്നത് 16ആണ്. അപ്പൊ നോക്കിക്കേ, 68ാം പദവും 72ാം പദവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് എത്രയാണ്? 16ആണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഏത് സമയം വരുമ്പോഴാണ് ഒരു ക്ലോക്കിലെ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിൽ 45 ഡിഗ്രി കോണളവ് വരുന്നതെന്നാണ് ചോദിക്കുന്നത്. 45 ഡിഗ്രി കോണളവ് എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കിക്കേ, 3:15. ഈ 3:15 എന്ന് പറയുന്ന സമയത്തിന്റെ പ്രത്യേകത എന്താണ്? മണിക്കൂർ സൂചി എവിടെയാണ്? 3ലാണ്. മിനിറ്റ് സൂചി എവിടെയാണ്? 3ലാണ്. രണ്ട് സൂചികളും ഒരേ നമ്പറിലാണെങ്കിൽ നമുക്കറിയാം അതിന്റെ നേരെ പകുതി എടുത്താൽ മതി കോണളവ് കണ്ടുപിടിക്കാൻ. മിനിറ്റിന്റെ പകുതി എടുത്താൽ മതി. ഓക്കെ, ഇവിടെ നോക്കിക്കേ, 8:40. മണിക്കൂർ സൂചി എവിടെയാണ്? 8ലാണ്. മിനിറ്റ് സൂചി എവിടെയാണ്? 8ലാണ്. സോ ഇവിടത്തെ കോണളവ് എന്ന് പറയുന്നത് 20 ഡിഗ്രി ആയിരിക്കും. ഇനി അതേപോലത്തെ സമയം എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതൊക്കെ പറയാം? 1:05. മണിക്കൂർ സൂചി 1ലായിരിക്കും, മിനിറ്റ് സൂചി 1ലായിരിക്കും. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് 2.5 ഡിഗ്രി ആയിരിക്കും ഇവിടുത്തെ കോണളവ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത് എന്ത് വരും? 2:10. നോക്കിക്കേ, 2ലായിരിക്കും മണിക്കൂർ സൂചി, മിനിറ്റ് സൂചിയും 2ലാണ്. സോ ഇവിടുത്തെ കോണളവ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 10ന്റെ പകുതിയായ 5ആണ്. പിന്നെ നമുക്ക് പറയാവുന്നത് 10:50 പറയാം അല്ലെ? മണിക്കൂർ സൂചി 10ലാണ്, മിനിറ്റ് സൂചി 10ലാണ്. സോ നേരെ എന്ത് ചെയ്യുക? മിനിറ്റിന്റെ പകുതിയായ 25 ആയിരിക്കും കോണളവ് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ഒരേപോലെയുള്ള സംഖ്യകളുടെ കോണളവ് കണ്ടുപിടിക്കേണ്ടത്. ഇനി നോക്കിക്കേ, ഇനി നമുക്കുള്ളത് ഈ രണ്ടെണ്ണമാണ്. നമുക്ക് വേണ്ടത് എത്രയാണ്? 45 ഡിഗ്രി കോണളവാണ് വേണ്ടത്. 7.5 എന്ന് പറയുമ്പോൾ നോക്കിക്കേ, 30h - 11/2m ആണ് നമുക്ക് ചെയ്യേണ്ടത്. 30h എന്ന് പറയുമ്പോൾ ഇവിടെ മണിക്കൂർ ആണെങ്കിൽ നമുക്ക് 30h മാത്രം മതി. 3 × 2 എന്ന് വരും അല്ലെ? 30 × 2 വരും, 60 ഡിഗ്രി വരും. ഇനി ഇവിടെ നോക്കിക്കേ, 30h - 11/2m എന്ന് വരും. ഇവിടെ എന്ത് വരും? 30 × 7 - 11/2 × 30 എന്ന് വരും. ഇവിടെ ഇതുകൂടി കട്ടായി പോകും 15 തവണ. 30 × 7 എന്ന് പറയുന്നത് 210 ആണ്. -11 × 15 എന്ന് പറയുന്നത് 165 ആണ്. അപ്പോൾ ആൻസർ എത്രയാണ് വരേണ്ടത്? 45 ഡിഗ്രി. അപ്പോൾ ഇവിടുത്തെ ആൻസർ ആയിട്ട് വരേണ്ടത് 7:30 ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് 45 ഡിഗ്രി ആകുന്നത് 7 മണിക്കൂർ 30 മിനിറ്റിലാണ്. 3:54 ആയാൽ 5 എന്ന് പറയുന്നത് എത്രയാണ്? ഈ 3ഉം 54ഉം തമ്മിലുള്ള റിലേഷനാണ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. ഈ 3 എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? 3ന്റെ സ്ക്വയറിനോട് എത്ര കൂട്ടുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത്? 6. 9/6 ആണ് ഈ പറയുന്ന 54 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ 5 ഉണ്ട്.
സോ ഇവിടെ എന്താണ് വരേണ്ടത്? 5ന്റെ സ്ക്വയറിനോട് നമ്മൾ 6 മൾട്ടിപ്ലൈ ചെയ്യണം. 5ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? 25 ആണ്. 25നോട് 6 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 25 ഇൻറ്റു 6 എന്ന് പറയുന്നത് 180 ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഒരാൾ 30 മീറ്റർ കിഴക്കോട്ട് നടന്നു. 30 മീറ്റർ കിഴക്കോട്ട്. ഓക്കെ, അയാൾ നിൽക്കുന്ന സ്ഥലം ഇതാണ്. നമുക്കപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? ഇതാണ് നമ്മുടെ നോർത്ത്, ഇതാണ് നമ്മുടെ സൗത്ത്, ഇതാണ് നമ്മുടെ ഈസ്റ്റ്, ഇതാണ് നമ്മുടെ വെസ്റ്റ്. അയാൾ ഇവിടെ നിന്ന് 30 മീറ്റർ എന്ത് ചെയ്തു? കിഴക്കോട്ട് പോയി. ഓക്കെ, ഇനി എന്താണ്? വലത്തോട്ടാണ്. വലത്തോട്ടെന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ് നോക്കേണ്ടത്? ക്ലോക്ക് വൈസ്. ഇങ്ങനെ ഇരിക്കുന്ന സൂചി നേരെ താഴേക്കാണ്. വലത്തോട്ട് തിരിഞ്ഞിട്ട് എത്ര പോകുന്നുണ്ട്? 40 മീറ്റർ സഞ്ചരിച്ചു. വീണ്ടും വലതുവശത്തേക്ക്. ഇങ്ങനെ ഇരിക്കുന്ന ക്ലോക്ക് വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? 60 മീറ്റർ നടന്നു. ഇവിടം വരെ എത്തിയപ്പോൾ എത്രയായി? 30 ആയി. വീണ്ടും എന്ത് ചെയ്തു? 30 മീറ്റർ കൂടി നടന്നു. ഇവിടം വരെ 30 ഉണ്ട്, ഇത് 30 ഉണ്ട്. അപ്പൊ ടോട്ടൽ എത്രയായി? 60 മീറ്റർ നടന്നു. എന്നിട്ട് ഇപ്പൊ ഇവിടെയാണ് ആൾ നിൽക്കുന്നത്. ഇനി എന്താണ്? തുടർന്ന് ഇടത്തേക്ക് തിരിഞ്ഞു. വലത്തോട്ടെന്ന് പറയുമ്പോൾ ക്ലോക്ക് വൈസ്. ഇങ്ങനെ ഇരിക്കുന്ന ക്ലോക്ക് മുകളിലോട്ടാണ് വലത്തോട്ടെന്ന് പറയുമ്പോൾ. ഇടത്തോട്ടെന്ന് പറയുമ്പോൾ നേരെ എന്താണ്? താഴത്തോട്ട്. 40 മീറ്റർ സഞ്ചരിച്ചു. വീണ്ടും ഇടത്തോട്ട് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടാണ്. വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് 30 മീറ്റർ സഞ്ചരിച്ചു. പിന്നെ എന്താണ് പറയുന്നത്? തുടർന്ന് 50 മീറ്റർ വടക്ക് കിഴക്ക് ദിശയിൽ. വടക്ക് കിഴക്ക് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടേക്ക്. ഇതാണ് നമ്മുടെ വടക്ക് കിഴക്ക് എന്ന് പറയുന്നത്. അപ്പൊ അയാൾ ഇവിടെ നിൽക്കുവാണേ. ഇതാണ് നമ്മുടെ പൊസിഷൻ. വടക്ക് കിഴക്ക് എന്ന് പറയുമ്പോൾ നേരെ എന്താണ്? വടക്ക് കിഴക്ക് ദിശയിലേക്ക് അയാൾ 50 മീറ്റർ സഞ്ചരിച്ചു. ഓക്കെ, 50 മീറ്റർ സഞ്ചരിക്കുമ്പോൾ അയാൾ ഇവിടെ വന്ന് മുട്ടും. കാര്യം ഇവിടെ 40 ഇത് 30. നമുക്കറിയാം 40 30 എന്ന് പറയുമ്പോൾ ഇവിടുത്തെ റിലേഷൻ എന്ന് പറയുന്നത് ഇവിടെ 30, ഇവിടെ 40, ഇവിടെ 50 ഉണ്ട്. അത് കറക്റ്റ് ഇവിടെ മുട്ടും. കാര്യം അത് പൈതഗോറസ് തിയറം അനുസരിച്ച് അവിടെ കണക്റ്റഡ് ആകും. ഇപ്പോൾ അയാൾ തുടങ്ങിയ സ്ഥാനത്ത് നിന്ന് എത്ര അകലത്തിലാണ്? ഇവിടെയാണ് ഇപ്പോൾ അയാൾ നിൽക്കുന്നത്. ഈ അകലമാണ് ചോദിച്ചിരിക്കുന്നത്. എത്രയായിരിക്കും? ഇത് 30 40 ആണെങ്കിൽ ഇവിടെ ഒബ്വിയസ്ലി ഇവിടെ 50 ആയിരിക്കണം അല്ലെ? നമ്മൾ എങ്ങനെയാണ് പൈതഗോറസ് തിയറം ചെയ്യുന്നത്? 30 സ്ക്വയർ പ്ലസ് 40 സ്ക്വയർ റൂട്ട് ഓഫ് അല്ലെ? ഇത് എ, ഇത് ബി, ഇത് സി ആണെങ്കിൽ എ സി എന്ന് പറയുന്നത് 30 സ്ക്വയർ പ്ലസ് 40 സ്ക്വയർ ആണ്. 30ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 900 ആണ്. 40ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 1600 ആണ്. 900 പ്ലസ് 1600 എന്ന് പറയുന്നത് 2500 ആണ്. അതിന്റെ റൂട്ട് എന്ന് പറയുന്നത് 50 ആണ്. ഓക്കെ, അപ്പൊ ആൻസർ വരേണ്ടത് ഓപ്ഷൻ ബി 50 മീറ്റർ ആണ്. ഒരു കോഡ് ഭാഷയിൽ ഡി എന്നത് 32 ആണ്. ഡി എന്നത് 32 എന്ന് എഴുതി. ജി എന്നത് 98 ആണെങ്കിൽ ഫേസ് എന്നത് എങ്ങനെ എഴുതണം എന്നാണ് ചോദിക്കുന്നത്. ഫേസ് അപ്പൊ നമുക്ക് ഇങ്ങനെ നോക്കാം. FACE. ഈ ഡി എന്ന് പറയുന്നത് നമുക്കറിയാം 4ാമത്തെ നമ്പറാണ്. ഈ 4നെ അതിന്റെ ഇരട്ടി എടുത്തു കഴിഞ്ഞപ്പോൾ ഇവിടെ 8 കിട്ടി. 4 ഈ പറയുന്നത് 32 എന്ന് പറയുന്നത്. ഇനി നോക്കിക്കേ, ജി എന്ന് പറയുന്നത് എത്രാമത്തെ നമ്പറാണ്? 7ാമത്തെ നമ്പർ അല്ലേ ജി? അതിന്റെ ഇരട്ടി എടുത്ത് 14 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഈ 98 കിട്ടുന്നത്. സെയിം നമുക്ക് ഇവിടെ ചെയ്യണം. എഫ് എന്ന് പറയുന്നത് എത്രാമത്തെയാണ്? 6ാമത്തെ നമ്പർ. അതിന്റെ ഇരട്ടി എത്രയാണ്? 12. അത് തമ്മിൽ ഗുണിക്കുമ്പോൾ കിട്ടേണ്ടത് ഇവിടെ 72 ആണ്. 72ൽ തുടങ്ങുന്ന ഒരൊറ്റ എണ്ണേ ഉള്ളൂ. സോ ആൻസർ ഇതാണ്. അടുത്ത നോക്കാം. എ എന്ന് പറയുന്നത് 1ാമത്തെ നമ്പറാണ്. അതിന്റെ ഇരട്ടി എന്ന് പറയുന്നത് 2 ആണ്. സോ ഇവിടെ എന്ത് ചെയ്യണം? 2 വന്നം. സി എന്ന് പറയുന്നത് 3ാമത്തെ നമ്പറാണ്. 3ന്റെ ഇരട്ടി എത്രയാണ്? 6 ആണ്. 6 × 3 18 ആണ്. നെക്സ്റ്റ് ഇ എന്ന് പറയുന്നത് 5ാമത്തെ നമ്പറാണ്. 5ന്റെ ഇരട്ടി 10 ആണ്. 5 × 10 50 ആണ്. സോ ആൻസർ വരേണ്ടത് 72, 2, 18, 50 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. റൂട്ട് ഓഫ് 2 സ്ക്വയർ ദി ഹോൾ സ്ക്വയർ പ്ലസ് 2 × 2 raised to -1 plus 2 raised to 10 the whole power 1/2 എന്നാണ് തന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് ചെയ്യാനായിട്ട് നമുക്കറിയാം, ഇവിടെ നമുക്ക് ഐഡന്റിറ്റീസ് നമുക്ക് യൂസ് ചെയ്യാം. a power m the whole power n എന്ന് പറയുന്നത് a power m into n ആണ്. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ 2 power 2 സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇവിടെ അല്ലെ 2 × 2 4 ആണ്. പ്ലസ് 2 × ഇവിടെ 2 പവർ a പവർ -m എന്ന് പറയുന്ന ഐഡന്റിറ്റി എന്ന് പറയുന്നത് 1/a പവർ m ആണ്. സോ ഇവിടുത്തെ ആൻസർ എങ്ങനെ വരും? 1/2 എന്ന് വരും. ഓക്കെ, പ്ലസ് ഇവിടെ എന്താണ് സെയിം? ഇവിടെ എന്ത് വരും? 2 പവർ 10 × 1/2 എന്ന് പറയുന്നത് 2 പവർ 10 × 1/2 ആകും. കട്ടായി പോകും. 2 പവർ 5 എന്ന് വരും. സോ ഇവിടുത്തെ ആൻസർ എങ്ങനെ വരും? 2 പവർ 5 എന്നാകും. ഓക്കെ, അങ്ങനെയാണ് എങ്കിൽ നമുക്കിവിടെ എന്താണ് വരേണ്ടത്? ഇനി ആൻസർ എന്താണ് വരേണ്ടത്? 2 പവർ 4 എന്ന് പറയുമ്പോൾ നമുക്കിവിടെ 16 വരും അല്ലെ? 2ന്റെ ക്യൂബ് എന്ന് പറയുന്നത് 8 ആണ്. 2ന്റെ 2 raised to 4 എന്ന് പറയുന്നത് 16 ആണ്. പ്ലസ് ഇത് രണ്ടും കട്ടായി പോകും. ബാക്കി ഇവിടെ 1 വരും. 2 raised to 5 എന്ന് പറയുന്നത് 32 ആണ്.
ആൻസർ എത്ര വരും? റൂട്ട് 33 16 എന്ന് പറയുമ്പോൾ 49 വരും അല്ലേ? റൂട്ട് 49 എന്ന് പറയുന്നത് 7 ആണ്. സോ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരേണ്ടത്. നെക്സ്റ്റ് നോക്കിക്കേ, ഒരാൾ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന തുക പകുതി വീതം 2 ബാങ്കുകളായി നിക്ഷേപിച്ചു. പകുതി വീതമാണ്. ഒന്നാമത്തെ ബാങ്കിൽ സാധാരണ പലിശയ്ക്കും രണ്ടാമത്തെ ബാങ്കിൽ കൂട്ടുപലിശ നിരക്കിലുമാണ് നിക്ഷേപിച്ചത്. 2 വർഷം കഴിഞ്ഞ് പലിശ നോക്കിയപ്പോൾ ആദ്യത്തെ ബാങ്കിൽ 600 രൂപയും രണ്ടാമത്തെ ബാങ്കിൽ 618 രൂപയും ഉണ്ടായിരുന്നു. എങ്കിൽ 2 ബാങ്കുകളിൽ നിന്നും 3 വർഷം കഴിയുമ്പോൾ അദ്ദേഹം പിൻവലിച്ചാൽ പലിശയിൽ വരുന്ന വ്യത്യാസമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നമുക്ക് ചെയ്യാനുള്ള എളുപ്പം എന്ന് പറയുന്നത് നമ്മുടെ പാസ്കൽസ് ട്രയാങ്കിൾ ഉണ്ടല്ലോ, ഈ ഒരു മെത്തേഡിൽ ചെയ്യുന്നതായിരിക്കും എളുപ്പം. അതായത് അപ്പൊ ആദ്യം തന്നെ നമുക്ക് അവിടെ എന്ത് കണ്ടുപിടിക്കണം? അയാൾക്ക് കിട്ടുന്ന അയാളുടെ എമൗണ്ട് നമുക്ക് കണ്ടുപിടിക്കണം. പാസ്കൽ ട്രയാങ്കിൾ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മുടെ മൂലധനം എത്രയാണോ നമ്മൾ നിക്ഷേപിക്കുന്നത് അത് നമ്മൾ കണ്ടുപിടിക്കണം അല്ലെ? അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലാവുന്ന കാര്യം, ആദ്യത്തെ ബാങ്കിൽ അയാൾ 600 രൂപ എന്ത് കിട്ടി? പലിശ കിട്ടിയെന്ന് പറഞ്ഞു. അതായത് അവിടെ എന്താണ്? സാധാരണ പലിശയിലാണ് അയാൾക്ക് എന്ത് ലഭിക്കുന്നത്? സിമ്പിൾ ഇൻട്രസ്റ്റ് അല്ലെ? സിമ്പിൾ ഇൻട്രസ്റ്റിലാണ് അയാൾക്ക് 600 രൂപ ലഭിക്കുന്നത്. എത്ര വർഷം കൊണ്ട്? 2 വർഷം. അതായത് ഒരു വർഷത്തിൽ അയാൾക്ക് എത്രയായിരിക്കും? 300 ആയിരിക്കും. അതെങ്ങനെ? സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എത്ര വർഷം ഇട്ടാലും ഈ 300 തന്നെയായിരിക്കും സെയിം. ഈ വർഷം 300 കിട്ടും, അടുത്ത വർഷം 300 കിട്ടും, അതിന്റെ അടുത്ത വർഷം 300 കിട്ടും. അത് തന്നെയാണ് അതിന്റെ മീനിങ്. അപ്പൊ 300 രൂപയാണ് അയാളുടെ പലിശ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് പറയുന്നത്? കൂട്ടുപലിശയാണ് അല്ലേ പറയുന്നത്. കൂട്ടുപലിശ എന്ന് പറയുമ്പോൾ എത്രയാണ് ഇവിടെ വരേണ്ടത്? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ആദ്യത്തെ വർഷം എന്ന് പറയുന്നത് രണ്ട് തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 18 അല്ലേ വരുന്നത്? 18 അല്ലേ? അല്ലെ? 600ഉം 618ഉമാണ്. ഇതാണ് വ്യത്യാസം എന്ന് പറയുന്നത്. ഇനി നമുക്ക് കണ്ടുപിടിക്കണം പലിശ നിരക്ക് കണ്ടുപിടിക്കണം. പലിശ നിരക്ക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണോ വ്യത്യാസം ഡിവൈഡഡ് ബൈ ഒരു വർഷത്തെ സാധാരണ പലിശ നോക്കുക. ഒരു വർഷത്തെ സാധാരണ പലിശ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 300 ആണ്. ഇൻറ്റു 100 ചെയ്താൽ മതി. തമ്മിൽ കട്ടായി പോകും. 6ഉം 18 കൂടി കട്ടാകുമ്പോൾ 6 തവണ. സോ 6% എന്തെന്ന് പറയുന്നത്? പലിശ നിരക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഇവിടുത്തെ മൂലധനം എത്രയാണെന്നും കൂടി കണ്ടുപിടിക്കണം. മൂലധനം എന്ന് പറയുമ്പോൾ ഇവിടെ എങ്ങനെയാണ്? നമുക്കറിയാം നോർമൽ ഇക്വേഷൻ എന്താണ്? സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ I = PNR/100 എന്നുള്ളതാണ്. I എന്ന് പറഞ്ഞാൽ എത്രയാണ് പലിശ വരുന്നത്? 300 ആണ്. P എന്ന് പറയുന്നത് നമുക്കറിയില്ല. N എന്ന് പറയുന്നത് നമ്മൾ ഒരു വർഷത്തേക്കാണ് 300 രൂപ കിട്ടിയത് അല്ലെ? 2 വർഷത്തേക്ക് 600 ആണ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണ്? 6/100 എന്ന് വരും. 0 കട്ടായി പോകും. ഇവിടെ നേരെ ഇപ്പുറം വരുമ്പോൾ എത്ര വരും ഇവിടെ? അല്ലെ, ഇവിടെ ഇത് കട്ടായി പോകും. ഇവിടെ 0 കട്ടല്ലേ, മുകളിലും താഴെ അല്ലല്ലോ. അപ്പോൾ ഇവിടെ ആൻസർ എങ്ങനെയാണ് വരേണ്ടത്? ഇവിടെ 0 ഉണ്ടേ. ഇവിടെ വരേണ്ടത് 300 × 100 ഡിവൈഡഡ് ബൈ 6 എന്ന് വരും. P. ഓക്കെ, 6ഉം ഇതും കൂടി കട്ടായി 30ഉം കൂടി 5 തവണ. സോ നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത് 5000 രൂപയാണ് അയാൾ എന്ത് ചെയ്തത്? ഒരു ബാങ്കിൽ നിക്ഷേപിച്ചത്. അപ്പൊ തുക എത്ര ഉണ്ടായിരുന്നു? അയാളുടെ കയ്യിൽ 10000 രൂപ ഉണ്ടായിരുന്നു. 5000 രൂപ അയാൾ ഒരു ബാങ്കിൽ നിക്ഷേപിച്ചു സാധാരണ പലിശ നിരക്കിലും. അടുത്ത 5000 രൂപ അയാൾ അടുത്ത ബാങ്കിൽ നിക്ഷേപിച്ചു. എത്ര രൂപ? കൂട്ടുപലിശ നിരക്കിലും. ഓക്കെ ആണല്ലോ. ഇനി നമ്മുടെ ഇത് വെച്ച് ചെയ്താൽ മതി. 1 3 3 1. ഇതെങ്ങനെയാ ചെയ്യേണ്ടത്? ആദ്യം നമ്മുടെ മൂലധനം എഴുതുക, അതിന്റെ 6% കണ്ടുപിടിക്കുക. അല്ല, 6 അല്ലേ വേണ്ടത്? 6% അല്ലേ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്? അതിന്റെ 6% എന്ന് പറയുമ്പോൾ 300 രൂപ. ഇനി ഇതിന്റെ 6% കണ്ടുപിടിക്കുക. അതായത് ഇങ്ങനെ 300 × 6/100 ചെയ്യുക. കട്ടാവുമ്പോൾ എത്ര വരും? 18 രൂപ വരും. ഇനി എന്ത് ചെയ്യുക? ഇതിന്റെ 6% കണ്ടുപിടിക്കുക. 18 × 6/100 എന്ന് വരുമ്പോൾ ഇവിടെ ആൻസർ വരേണ്ടത് 1 പോയിന്റ് സംതിങ് വരും. 1.12 ആണെന്ന് തോന്നുന്നു. ഓക്കെ, 1.08 വരും. 1.08. 18 × 6 എന്ന് പറയുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 108 വരും. അപ്പോൾ 1.08 വരും. ഓക്കെ, ഇനി എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? നമ്മളോട് ചോദിച്ചിരിക്കുന്നത് മൊത്തം എത്ര രൂപ കിട്ടും? ഇതെല്ലാം കൂടി കൂട്ടി വെക്കണം. ഇനി സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മളോട് ചോദിക്കുന്നതെങ്കിൽ ഇവിടെ എന്താ ചെയ്യേണ്ടത്? ആദ്യം ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ആണ്. ആ ഒരു സ്റ്റെപ്പ് കൂടി ഉണ്ട്. 5 × 1 5000 അല്ലെ? 3 × 300 എത്രയാണ്? 900. 18 × 3 എന്ന് പറയുന്നത് 54 വരും. 1 × 1.08 എന്ന് പറയുന്നത് 1.08 തന്നെയാണ്.
ടോട്ടൽ എമൗണ്ട് കിട്ടുന്നത് ഇത്രയും എമൗണ്ട് ആണ് 3 വർഷത്തിന് ശേഷം. നമുക്ക് വേണ്ടത് എന്താണ്? സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും തമ്മിലുള്ള വ്യത്യാസമാണ്. വ്യത്യാസം എന്ന് പറയുന്നത് ഈ ലാസ്റ്റത്തെ 2 കോളമാണ് നമ്മുടെ വ്യത്യാസം. അതായത് 54ഉം എത്രയാണ്? 1.08, അതായത് 55.08 എന്നുള്ളതാണ് അവിടുത്തെ വ്യത്യാസമായിട്ട് വരേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഒരു ബസ്സിൽ യാത്ര ചെയ്തിരുന്ന 21 പേരുടെ ശരാശരി ടിക്കറ്റ് നിരക്ക് 25 രൂപയായിരുന്നു. ശരാശരിയുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ശരാശരി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? നോർമലി നമ്മൾ ശരാശരി എന്ന് പറയുന്നത് എങ്ങനെയാണ് ചെയ്യേണ്ടത്? ആകെ തുക, ആകെ ബൈ എണ്ണമാണ് ശരാശരി എന്ന് പറയുന്നത്. ആകെ ബൈ എണ്ണം. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? ടിക്കറ്റ് ശരാശരി എന്ന് പറയുമ്പോൾ ഇവിടെ എത്രയാണ് കിട്ടിയിരിക്കുന്നത്? 25 അല്ലേ? അപ്പൊ 25 × 21 നമ്മുടെ തുക എന്ന് പറയുന്ന ആകെ തുക. 25 × 21 എന്ന് പറയുന്ന 525 ഇതാണ് നമ്മുടെ ആകെ തുക. ഇനി പറഞ്ഞിരിക്കുന്നത് അടുത്ത സ്റ്റോപ്പിൽ ഒരാൾ ഇറങ്ങിയപ്പോൾ ബാക്കിയുള്ളവരുടെ ശരാശരി നിരക്ക് 25 രൂപ 40 പൈസയായി. അടുത്ത സ്റ്റോപ്പിൽ ഒരാൾ ഇറങ്ങി, അപ്പോൾ ആളുടെ എണ്ണം എത്രയായി? ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയായിട്ട് മാറി? 21 ഉണ്ടായിരുന്നത് 20 മാറി. ശരാശരി എന്ന് പറയുന്നത് എത്രയാണ്? ശരാശരി 25 രൂപ 40 പൈസയായിട്ട് മാറി. ഇനിയിപ്പോൾ നമുക്ക് തുക കണ്ടുപിടിക്കാമല്ലോ. എങ്ങനെ വരും? 25 40 × 20 എന്ന് വരും. അതായത് എത്ര വരും? 508 വരും. 508 രൂപയാണ് അവിടുത്തെ തുക വന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇറങ്ങിയ ആളുടെ ടിക്കറ്റ് നിരക്ക്. ഓക്കെ, അതായത് ഇത്രയും ആൾക്കാരുണ്ടായിരുന്നു, ഇത്രയും ആൾക്കാരുടെ തുക 525. ഇവിടെ അടുത്ത് ഇത്രയും ആൾക്കാരുണ്ട്. ഇവിടെ എത്രയാണ്? 21 ആൾക്കാരുണ്ട്, ഇവിടെ 20 ആൾക്കാരുണ്ട്. ഇവരുടെ തുക എന്ന് പറയുന്നത് 508. അപ്പൊ ഒരാൾ ഇറങ്ങിപ്പോയ ആളുടെ കണ്ടുപിടിക്കാൻ ഇത് തമ്മിൽ കുറച്ചാൽ മതിയല്ലോ. അപ്പൊ 525 നിന്ന് 508 കുറക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 17. ഓക്കെ, ഓപ്ഷൻ എ 17 ആൻസർ ആയിട്ട് വരേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 1 ഗ്രാം സ്വർണത്തിന് 4500 രൂപ നിരക്കിൽ 10 ഗ്രാമിന്റെ ഒരു സ്വർണ്ണ മോതിരം വാങ്ങി. 1 ഗ്രാം സ്വർണത്തിന് 4500 രൂപ. ഇപ്പോഴത്തെ വില ഒന്ന് ആലോചിച്ച് നോക്കിയല്ലേ. അപ്പൊ നമുക്കറിയാം 1 ഗ്രാം സ്വർണത്തിന് 4500 രൂപ. അങ്ങനെയാണെങ്കിൽ 10 ഗ്രാം സ്വർണം എന്ന് പറയുമ്പോൾ നമുക്കറിയാം 45,000 രൂപ വരും അല്ലെ. ഒരു 0 ഇട്ട് കൊടുത്താൽ മതി. ഇനി അപ്പൊ എന്താണ് ഈ പറയുന്ന 45,000 രൂപയുടെ കാര്യമാണ് നമുക്കിനി പറയേണ്ടത്. ഇതിന് നമ്മൾ എന്തൊക്കെ കൊടുത്തു? 3% GST കൊടുത്തു. 3% GST എന്ന് പറയുമ്പോൾ 3%, അതായത് ഈ പറയുന്ന 45,000 രൂപയുടെ 3% നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. 450 × 3 എന്ന് പറയുന്നത് 1350. സോ GST ഇനത്തിൽ നമ്മൾ 1350 രൂപ കൊടുക്കണം. ഇനി എന്താ പറയുന്നത് നെക്സ്റ്റ്? 10% പണിക്കൂലി. ഇതിന്റെ 10% എന്ന് പറയുമ്പോൾ എത്ര വരും? 4500 രൂപയാണല്ലോ. ഓക്കെ, ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? 10% പണിക്കൂലി നൽകേണ്ടി വന്നു. കൂടാതെ പണിക്കൂലിയുടെ 5% GST. അപ്പൊ ഇതിന്റെ 5% വീണ്ടും കണ്ടുപിടിക്കണം. 5%, അതായത് 4500ന്റെ 5% വീണ്ടും കണ്ടുപിടിക്കുക. 45 × 5 എന്ന് പറയുന്നത് 225. ഇത്രയും എമൗണ്ട് അയാൾ കൊടുത്തു. അപ്പൊ അയാളുടെ ടോട്ടൽ എമൗണ്ട് എത്രയാണ്? 45,000 ഉണ്ട്. അത് സ്വർണത്തിന്റെ വില വന്നു. പിന്നെ എത്ര കൊടുത്തു? 4500 രൂപ. ആ ഒരു 10% പണിക്കൂലി കൊടുത്തു. പണിക്കൂലിയുടെ GST ആയിട്ട് 225 കൊടുത്തു. പിന്നെ എത്രയാണ്? അല്ലാതെ തന്നെ GST ആയിട്ട് 1350 കൊടുത്തു. അപ്പൊ 5 5 2 7 5 2 7 7 3 10 0 ശിഷ്ടം 1 വരും. 5 4 9 9 1 10 10 1 എത്രയാണ്? 11. ഓക്കെ, ശിഷ്ടം 1 4 1 5 51,075 ആൻസർ എന്ന് പറയുന്നത്. 45,000 രൂപയുടെ മുതലിന് നമ്മൾ എത്ര കൊടുത്തു? 51,075 രൂപ കൊടുത്തപ്പോഴാണ് ആ 10 ഗ്രാം സാധനം കിട്ടിയത്. ഇപ്പോഴത്തെ വിലയാണെങ്കിൽ അതിന് അരപ്പോ സ്വർണം പോലും കിട്ടില്ല അല്ലെ. 4 ഗ്രാം പോലും കിട്ടില്ല ഇപ്പൊ ഈ ഒരു വിലയിൽ. നെക്സ്റ്റ് നോക്കാം. ആകെ വക്കുകളുടെ നീളം 36 സെന്റിമീറ്റർ ആയ ഒരു സമചതുരക്കട്ട. സമചതുരക്കട്ട എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇതാണ് സംഭവം അല്ലെ. ഈ സമചതുരക്കട്ടയുടെ എന്തെന്നാ പറഞ്ഞിരിക്കുന്നത്? ആകെ വക്കുകളുടെ നീളം, അതായത് ഈ വക്കുകൾ എല്ലാം കൂടി കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് എത്രയാണെന്നാണ്? 36. അപ്പൊ വക്കുകളുടെ നീളം എത്ര വക്കുകളുണ്ട്? നമുക്കറിയാം 1 2 3 4 മുകളിലുണ്ട്, 4 താഴെയുണ്ട്. 4 4 8 9 10 11 12. സോ സമചതുരക്കട്ടയുടെ വക്കുകൾ എന്ന് പറയുന്നത് 12. ഈ 12 എണ്ണത്തിന്റെയും തുക 12A എന്ന് പറയുന്നതാണ് ഈ പറയുന്ന 36. അങ്ങനെയാണെങ്കിൽ A എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 36 / 12 എന്ന് വരും. ആൻസർ എത്ര വരും? 3 A എന്ന് പറയുന്നത്. ഇനി വ്യാപ്തമാണ് കണ്ടുപിടിക്കേണ്ടത്. വ്യാപ്തം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? A³ ആണ്.
ഓക്കെ, അതായത് 3ന്റെ ക്യൂബാണ്, അതായത് 27 എന്തെന്ന് പറയുന്നത് നമ്മുടെ വ്യാപ്തം എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് നമ്മുടെ ഇംഗ്ലീഷ് ആണ് വരുന്നത്. റീഡ് ദ ഫോളോയിങ് 4 പാർട്ട് ഓഫ് എ സെന്റൻസ് ആൻഡ് റീറൈറ്റ് ദം ടു മേക്ക് എ മീനിങ് സെന്റൻസ്. ദെൻ ഐഡന്റിഫൈ വിച്ച് പാർട്ട് ഷുഡ് കം സെക്കൻഡ് ഇൻ ദ സെന്റൻസ്. അതായത് ഇത്രേ ഉള്ളൂ. ഇതിനെ അറേഞ്ച് ചെയ്യുക, അറേഞ്ച് ചെയ്തിട്ട് രണ്ടാമത് വരുന്ന സെന്റൻസ് ഏതെന്ന് കണ്ടുപിടിക്കുക. അത്രയുമാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഇൻ റിലേഷൻഷിപ്പ് വിത്ത് അതേഴ്സ് ടു ബി ഹ്യൂമൻ ഈസ് ടു എൻഗേജ് ആൻഡ് വിത്ത് ദ വേൾഡ്. വായിക്കുമ്പോൾ തന്നെ നമുക്കൊരു കൺഫ്യൂഷൻ ആണ്. എന്താണ് വരേണ്ടത്? ടു ബി ഹ്യൂമൻ, ഇതാണ് ആദ്യം വരേണ്ടത്. ടു ബി ഹ്യൂമൻ മനുഷ്യനാണെങ്കിൽ നമുക്ക് എന്തായിരിക്കും? ഈസ് ടു എൻഗേജ്. എന്താണ്? എൻഗേജ് ഇൻ റിലേഷൻഷിപ്പ് വിത്ത് അതേഴ്സ് ആൻഡ് വിത്ത് ദ വേൾഡ്. കണ്ട, വിത്ത് അതേഴ്സ് ആൻഡ് വിത്ത് ദ വേൾഡ് എന്നാ വരേണ്ടത്. അതായത് ഇതാണ് ഒന്നാമത് വരേണ്ടത്, ഇതാണ് രണ്ടാമത് വരേണ്ടത്, ഇത് മൂന്നാമത്, ഇത് നാലാമത്. ഇതാണ് നമ്മുടെ സെന്റൻസ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് രണ്ടാമത് വരുന്ന ഏതെന്നാണ്. സോ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഐഡന്റിഫൈ ദ പാർട്ട് ഓഫ് ദ ഗിവൺ സെന്റൻസ് വിച്ച് ഹാസ് ഗ്രാമാറ്റിക്കലി എറർ. ഗ്രാമാറ്റിക്കലി എറർ ഉള്ളത് ഏതാണെന്ന്. ഐ വാണ്ട് ടു റീഡ് ആൻഡ് റൈറ്റ്. ഇവിടെ എന്താണ് നെക്സ്റ്റ് പറയുന്നത്? സോ ദാറ്റ് ഐ ക്യാൻ സ്റ്റോപ്പ് ഹാവിംഗ് ദ ഷാഡോ ഓഫ് അതേഴ്സ്. ഇവിടെ ശരിക്കും പറഞ്ഞ ഇത് ലിവിൻ ആണ് വേണ്ടത്. ലിവിൻ അതൊരു ഇഡിയമാണ്. ഇങ്ങനെയാണ് വരേണ്ടത്. ലിവ് ഇൻ ദ ഷാഡോ ഓഫ് അതേഴ്സ്. ഉണ്ടാ, ഇതിനെയാണ്. അപ്പൊ ഇവിടെ തെറ്റെന്ന് പറയുന്ന ഇതാണ്. ഇവിടെ ഹാവിങ് ദ ഷാഡോ എന്നല്ല, ലിവ് ഇൻ ദ ഷാഡോ ഓഫ് അതേഴ്സ് ആണ്. അതെന്താണ്? നമ്മുടെ ഒരു ഇഡിയമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് നോക്കാം. ഷീ വുഡ് ഹാവ് റീച്ച്ഡ് ഹിയർ ഇൻ ടൈം. ഇവിടെ നമുക്ക് പറയുന്നത് അവൾ എന്ത് ചെയ്തേനെ? എത്തിച്ചേർന്നിരുന്നേനെ. എങ്ങനെയാണെങ്കിൽ? അവൾക്കൊരു സ്കൂട്ടർ ഉണ്ടായിരുന്നെങ്കിൽ. ഇതെന്ന് പറയുന്നത് നടക്കാത്തൊരു കാര്യമാണ് അല്ലേ? അതായത് സംഭവം എല്ലാം കഴിഞ്ഞുപോയി, ഒട്ടും നടക്കാത്തൊരു കാര്യത്തെയാണ് നമ്മൾ ഈ ഒരു കണ്ടീഷനിൽ വെച്ച് പറയുന്നത്. അപ്പൊ ഇവിടെ വരുന്ന ഒരു കണ്ടീഷനാണ് എന്ത്? ഹാഡ് വരും. ഓക്കെ, അതായത് കഴിഞ്ഞുപോയി, സംഭവം കഴിഞ്ഞുപോയി. അതെന്താണ്? കഴിഞ്ഞ കാലത്ത് നടന്നിട്ടില്ലാത്തൊരു കാര്യത്തെ പറയുവാണ് ഇവിടെ. ഓക്കെ, അപ്പൊ എന്താണത്? ഹാഡ് കണ്ടീഷൻ ആണ് വരേണ്ടത്. ഓക്കെ, ഇതിന് നമ്മൾ തേർഡ് കണ്ടീഷൻ സെന്റൻസ് എന്ന് പറയും. അപ്പൊ ഇവിടുത്തെ വരുന്ന നോക്കിക്കേ. ഇഫ് ഷീ ഹാഡ് എ സ്കൂട്ടർ. നമ്മൾ ഇവിടെ ഇതിലേക്ക് ആൻസറിലേക്ക് പോകും, പക്ഷെ ആൻസർ ഏതാണ്? ഇഫ് ഷീ ഹാഡ് എ സ്കൂട്ടർ. അതായത് കഴിഞ്ഞ കാലത്ത് സംഭവമൊക്കെ കഴിഞ്ഞുപോയി, അതിനി എന്താ നടക്കാനും പോണില്ല. അപ്പൊ എന്താണ് പറയുന്നത്? അവൾക്കൊരു സ്കൂട്ടർ ഉണ്ടായിരുന്നെങ്കിൽ അവൾ എന്ത് ചെയ്തേനെ? കറക്റ്റ് സമയത്ത് വന്നിരുന്നേനെ. അതും കഴിഞ്ഞു പോയ കാര്യമാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. Ishan asked here, why didn't you tell me? This sentence can be reported speech ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ? ഇഷാൻ ആസ്ക്ഡ്, അവിടം വരെയും കറക്റ്റ് ആണ്. ഹർ, അവിടം വരെയും കറക്റ്റ് ആണ്. വൈ കഴിഞ്ഞിട്ടുള്ളതാണ് വ്യത്യാസം വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അതായത് ഇവിടെ നമുക്ക് എന്താണ്? ഡിഡ് വന്നിട്ടുണ്ട് അല്ലെ? ഡിഡ് വരുമ്പോൾ നമുക്കറിയാം ഇത് സിമ്പിൾ പാസ്റ്റ് ആണ് ഈ സെന്റൻസ് എന്ന് പറയാം. ഓക്കെ, അതിനെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ എന്തായിട്ട് മാറ്റും? പാസ്റ്റ് പെർഫെക്റ്റ് ആക്കണം. അതായത് ഹാഡ് V3 എന്ന ഫോമിലോട്ട് നമ്മൾ അതിനെ മാറ്റണം. ഇവിടെ ഹാഡ് ഉള്ളതിനെ മാത്രം നമുക്കിവിടെ നിർത്താം. ഇതല്ല എന്ന് മനസ്സിലായി. ഇനി എന്താണ്? വൈ ഷീ ഹാഡിൻ ടോൾഡ് ഹിം ആണോ, വൈ ഹാഡിൻ ഷീ ടോൾഡ് ഹിം ആണോ വേണ്ടതെന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഇവിടെ നമുക്ക് നെക്സ്റ്റ് ഒരെണ്ണം കൂടിയുണ്ട്. റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ വേർഡ് എന്താണോ അത് കഴിയുമ്പോൾ തന്നെ എന്ത് വേണം? സബ്ജക്റ്റ് വരണം. ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞ ഉടനെ തന്നെ സബ്ജക്റ്റ് വരണം. അപ്പൊ ഇവിടെ ആൻസർ ഏതാണ്? Ishan asked her why she hadn't told him. Okay. The captain as well as the players. As well as നമ്മൾ പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ് അല്ലേ? ആസ് വെൽ ആസ് വെച്ച് കണക്ട് ചെയ്യുന്നത്. രണ്ട് സബ്ജക്റ്റുകളെ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ സബ്ജക്റ്റ് വെർബ് എഗ്രീസ് ടു ഫസ്റ്റ് സബ്ജക്റ്റ് നമ്മൾ പഠിക്കുന്നുണ്ട്. ആസ് വെൽ ആസ്, അതേപോലെ തന്നെ ആസ് മച്ച് ആസ്, എലോങ് വിത്ത്, ടുഗദർ വിത്ത്, ഇൻ അഡീഷൻ, റാദർ ദാൻ, പിന്നെ എന്താണ്? ഇൻക്ലൂഡിങ്, എക്സ്ക്ലൂഡിങ്, ലൈക്ക്, അൺലൈക്ക്, ഇങ്ങനത്തെ കുറേ വാക്കുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇങ്ങനത്തെ വാക്കുകൾ തമ്മിൽ രണ്ട് സബ്ജക്റ്റുകളെ കണക്ട് ചെയ്യുമ്പോൾ വെർബ് എന്ന് പറയുന്ന സാധനം എന്തിനെ ആയിരിക്കണം എഗ്രി ചെയ്യേണ്ടത്? ഫസ്റ്റ് സബ്ജക്റ്റിനെ ആയിരിക്കണം. ഇവിടെ ഫസ്റ്റ് സബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? സിംഗുലർ ആണ് അല്ലേ? അപ്പോൾ ഇവിടെ എന്താണ്? സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ സിംഗുലർ ആയിരിക്കണം അവിടുത്തെ വെർബ് എന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ വരേണ്ടത് ദ ക്യാപ്റ്റൻ ആസ് വെൽ ആസ് ദ പ്ലേയേഴ്സ് വാസ് റെസ്പോൺസിബിൾ ഫോർ ദ ഫെയിലിയർ എന്നുള്ളതാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നോക്കാം. ദ ഡാഷ് ലുക്ക് ഓൺ ഹെർ ഫേസ് വാസ് റിയലി ഷോക്കിംഗ്. ഇത് ഇവിടുത്തെ വരേണ്ടത് വിറുലറ്റ് എന്നാണ്. വിറുലറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു ഫുൾ ഓഫ് ഹീറ്റ്, എന്താണ്? ഭയങ്കര വെറുപ്പോടെയുള്ള നോട്ടം എന്നൊക്കെ പറയത്തില്ല, അതിനെയാണ് നമ്മൾ വിറുലറ്റ് എന്ന് പറയുന്നത്. വൈബ് എന്ന് പറഞ്ഞാൽ അറിയാലോ നമുക്ക്, നല്ല വൈബാണ് അല്ലെ? ആ ഒരു സിറ്റുവേഷൻ നല്ല മൂഡാണ്, വൈബാണെന്നൊക്കെ പറയത്തില്ല.
നെക്സ്റ്റ് നോക്കാം. ഹിസ് ഡാഷ് വാസ് ദാറ്റ് ഹി വാസ് ഓൺ ബോർഡ് ദ ട്രെയിൻ അറ്റ് ദ ടൈം ഓഫ് ദ ക്രൈം. ഇവിടെ എന്താണ് പറയുന്നത്? ഇവിടുത്തെ അലീബി എന്നാണ് കേട്ടോ പറയുന്നത്. അലീബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സ്ക്യൂസ് പറയുകയാണ്. ഓക്കെ, എന്താണ് ഹിസ് അലീബി വാസ് ദാറ്റ് ഹി വാസ് ഓൺ ബോർഡ് ദാറ്റ് ട്രെയിൻ. അതായത് ആ ക്രൈം നടക്കുമ്പോൾ അവന്റെ ആ ഒരു എന്താണ് അവൻ പറയുന്ന എക്സ്ക്യൂസ് എന്ന് പറയുന്നത്, ആ സമയത്ത് അവൻ ട്രെയിനിലായിരുന്നു എന്നുള്ളത്. ഓൺ ബോർഡ് ദ ട്രെയിൻ അറ്റ് ദാറ്റ് അല്ല, ആ ഒരു ക്രൈം നടന്ന സമയത്ത് അവൻ ട്രെയിനിലായിരുന്നു. ഒരു എന്താ ഒരു അവൻ പ്രസ്താവിക്കാൻ ശ്രമിക്കുന്നതാണ്. അപ്പൊ അത് അങ്ങനെയുള്ള വാക്കുകളാണ് അലീബി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. എന്താണ് വൈസ് വേഴ്സ എന്ന് പറയുന്നത്? വൈസ് വേഴ്സ അല്ലെ, നമ്മൾ തിരിച്ചും മറിച്ചും എന്ന് പറയത്തില്ലേ, ആ ഒരു മീനിങ് ആണ്. ഇതിന്റെ ഓപ്പോസിറ്റ് ഓർഡർ ആണ് തിരിച്ചും മറിച്ച്. എർഗോ എന്ന് പറഞ്ഞാൽ ദെയർഫോർ ആണ്. എർഗോ ദെയർഫോർ നമ്മൾ പറയത്തില്ലേ, ദെയർഫോർ, അതിനെയാണ് നമ്മൾ എർഗോ എന്ന് പറയുന്നത്. ദെയർഫോർ. ഇംപ്രോംപ്റ്റു എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഡൺ സെഡ് വിത്തൗട്ട് എയർലിയർ പ്ലാനിങ് ഓർ പ്രിപ്പറേഷൻ ആണ്. ഡൺ ഓർ സെഡ് വിത്തൗട്ട്, അതായത് നമ്മൾ എന്താ ഒരു പ്ലാനിങ് ഒരു പ്രിപ്പറേഷൻ ഇല്ലാണ്ട് ചെയ്യുന്ന ഒരു കാര്യത്തിനാണ് നമ്മൾ ഇംപ്രോംപ്റ്റു എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താണ്? അലീബി ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓപ്ഷൻ ഡി ആണ്. he sat there 4 hours. എന്താണ് വരേണ്ടത്? he sat there 4 hours on end. കണ്ടോ, ഒരു ഫ്രേസ് ആണ് അല്ലെ, ഓൺ എൻഡ്. കണ്ടോ, അതായത് നമ്മൾ എന്താണ് കണ്ടിന്യൂ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അല്ലെ. അപ്പൊ അതിനെയാണ് നമ്മൾ ഓൺ എൻഡ് എന്ന ഒരു ഫ്രേസ് വെച്ച് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഓൺ ഹാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓൺ ഹാൻഡ്, കയ്യകലത്തിൽ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, നമ്മുടെ കയ്യകലത്തിൽ എന്ന് പറയും. അതിനെയാണ് നമ്മൾ ഓൺ ഹാൻഡ്. അതേപോലെ തന്നെയാണ് ഓൺ എൻഡ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തോ ഒരു കാര്യം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഓൺ ഹാൻഡിങ് എന്ന് പറയുന്നത്. ഓൺ എൻഡ് എന്ന് പറയുന്നത്. Her health has always been very fragile. Pick out the word that is similar in meaning of the underline. ഫ്രജൈലിന്റെ എന്താണ് വേണ്ടത്? നമുക്ക് സിമിലർ വേർഡ് ആണ്. അതിനെയാണ് നമ്മൾ ഫീബിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഫീബിൾ. ഓക്കെ, ഓപ്ഷൻ സി ആണ്. ഫ്രജൈൽ ആണ് അതിന്റെ മീനിങ് ആയിട്ട് വരേണ്ടതാണ് ഫീബിൾ. അതായത് എന്താണ്? വീക്ക്, അതിന്റെയാണ് മീനിങ് കേട്ടോ. വീക്ക്, ക്ഷീണിതനാണെന്നൊക്കെ പറയത്തില്ലേ, അതിനെയാണ് നമ്മൾ വീക്ക്, വീക്ക്. ഹെർ ഹെൽത്ത് ഹാസ് ഓൾവേസ് ബീൻ വെരി ഫ്രജൈൽ. അവരുടെ ഹെൽത്ത് എപ്പോഴും എന്താണ്? ഫ്രജൈൽ ആണ്, ഫീബിൾ ആണ്, വീക്ക് ആണ് എന്നുള്ള മീനിങ് ആണ്. ഓക്കെ, ഫിക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അൺസ്റ്റഡി ആണ്, സ്റ്റഡി ഇല്ലാതിരിക്കുന്ന അവസ്ഥയല്ലേ, അതിനെയാണ് ഫിക്കിൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കാം. He didn't think of the unwelcome consequence for his unwise action. Identify the single word can replace the underlined word. എന്താണ് അൺവെൽക്കം കോൺസിക്വൻസ് എന്ന് പറഞ്ഞാൽ? എന്താണ് വരേണ്ടത്? റാമിഫിക്കേഷൻ ആണ്. ഓപ്ഷൻ ബി ആണ്. ഒന്ന് പഠിച്ചു വെക്കണേ. അൺവെൽക്കം കോൺസിക്വൻസ് എന്ന് പറയുമ്പോൾ അതിന്റെ ഒറ്റ പദമാണ് എന്ത്? റാമിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, റാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ പ്രോസസ് ഓഫ് മേക്കിംഗ് ആൻ എഗ്രിമെന്റ് ഒഫീഷ്യൽ, അതിനെയാണ് റാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. റെക്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ആരെങ്കിലും റെക്ടിഫൈ ചെയ്യുക, കറക്റ്റ് ചെയ്യുക എന്ന് പറയത്തില്ലേ, അതിനെയാണ് റെക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നമ്മുടെ മലയാളത്തിലേക്ക് പോകാം. പ്രതിഗ്രാഹിക വിഭക്തിയുടെ പ്രത്യയം ഏത്? പ്രതിഗ്രാഹിക വിഭക്തി പ്രത്യയമാണ് അല്ലെ. ഇവിടെ എന്താണ്? എ ആണ്. നമ്മൾ പഠിക്കുന്നുണ്ട് ഇന്ത്യയുടെ എന്താണ് നമ്മൾ പഠിക്കുന്നത്? നിപ്രസ. നമ്മൾ ഒരു വട്ടം ക്ലാസ്സിൽ പറഞ്ഞതാണ് അല്ലെ. നിപ്രസം ഉപ്രസമാന്നും പറഞ്ഞ് നമ്മൾ പഠിക്കുന്നുണ്ട്. നിപ്രസത്തിന്റെ എന്താണ്? നിപ്രസം എന്ന് പറഞ്ഞാൽ നിർദ്ദേശികയ്ക്ക് പ്രത്യയമില്ല. പ്രതിഗ്രാഹികയ്ക്ക് പ്രത്യയം എ ആണ്. അടുത്ത എന്താണ്? നിപ്രസം അല്ലേ, സംയോജികയാണ്, അതിന്റെ പ്രത്യയമാണ് ഓട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഉദ്ദേശികയാണ്. നിപ്രസം ഉപ്രസം ആ. ഉദ്ദേശികയുടെ പ്രത്യയം എന്ന് പറയുന്നത് ഉ ക ന ആണ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? പ്രായോജികയാണ്. ഇവിടെ പ്രതിഗ്രാഹികയാണ്, ഇവിടെ പ്രായോജികയാണ്. പ്രായോജികയുടെ എന്ന് പറയുന്നത് ആൽ കൊണ്ട് എന്നുള്ളതാണ് എന്ത്? പ്രത്യയമായിട്ട് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്താണ് വരേണ്ടത്? സംബന്ധിക എന്ന് പറയുന്നത് ഇൻഡേ ഉഡേ. ഇവിടെ എന്താണ്? ആ എന്ന് പറയുമ്പോൾ എന്താണ്? ഇല്ലും കല്ലും. ഇതാണ് ഇവിടുത്തെ വിഭക്തി പ്രത്യയങ്ങൾ എന്ന് പറയുന്നത്. ആ എന്ന് പറയുന്നത് ആധാരികയാണ്. ഇവിടെ എന്താണ്? നിർദ്ദേശിക, പ്രതിഗ്രാഹിക, സംയോജിക, ഉദ്ദേശിക, പ്രായോജിക, സംബന്ധിക, ആധാരിക. എയോട് ഊക്കിന്, ആല് കൊണ്ട്, ഇന്ത്യയുടെ ഇൽക്കൽ. ഇതാണ് അതിന്റെ ഓർഡർ എന്ന് പറയുന്നത്. വിൺ പ്ലസ് സ്ഥലം വിണ്ടലം എന്ത് സന്ധിയാണ്? ആദേശ സന്ധിയാണ് അല്ലെ. ഇവിടെ ആദേശമാണ്, ആദേശം ചെയ്യുവാണ് അല്ലെ. ഇവിടെ എന്താണ്? രണ്ട് പദങ്ങൾ നമ്മളിവിടെ വിഗ്രഹിക്കുമ്പോൾ ഇവിടെ എന്താണ്? ഈ പ്ലസിന് മുമ്പ് വെച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്. അതിന് എന്ത് ചെയ്യുന്നുണ്ട്? വേറൊരു അല്ലെ, അതിന്റെ പകരം വളരെ പുതിയതായിട്ടൊരു സംഭവം വരുവാണ്, ആദേശം ചെയ്യുകയാണ് അതിനെ. വിൺ പ്ലസ് സ്ഥലം വിണ്ടലം, നെല് പ്ലസ് മണി നെന്മണി. ഓക്കെ,
ശരിയായ രൂപം ഏതാണ് ശരിയായ രൂപം എന്ന് പറയുന്നത്? മനുഷ്യത്വമാണ്. മനുഷ്യത്വമല്ല, മനുഷ്യത്വം. ഓപ്ഷൻ എ ആണ്. എങ്കിൽ നമ്മൾ പറയുന്നുണ്ട് അടിമത്തം. അത് ഏതാണ്? അത് ഇത്തായാണ്, അടിമത്തം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറയാം കുട്ടിത്തം. കുട്ടിത്വം എന്നൊന്നും പറയില്ല, കുട്ടിത്തമാണ്. അതേപോലെ മുതലാളിത്തം. കണ്ടോ, ഇതൊക്കെ ഈ ഇത്തം വെച്ചിരുന്നാണ്. ഇവിടെ എന്താണ്? മനുഷ്യത്വമാണ്. അങ്ങാടിപ്പാട്ട് എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? അല്ലെ, നമ്മൾ പറയില്ലേ അരമന രഹസ്യം അങ്ങാടിപ്പാട്ട്. അങ്ങാടിപ്പാട്ട് എന്ന് പറഞ്ഞാൽ പരസ്യമാകുക, അതിനെയാണ് പറയുന്നത്. പരസ്യപ്പെടുക, ആ ഒരു മീനിങ് ആണ്. അർത്ഥം എഴുതുക. അഹി. അഹി എന്ന് പറഞ്ഞാൽ എന്താണ്? പാമ്പാണ്, പാമ്പ്. പാമ്പിന്റെ പര്യായമാണ്. എന്തൊക്കെയാണ് പാമ്പിന്റെ പര്യായമായിട്ട് നമുക്ക് അറിയാവുന്നതാണ്? സർപ്പമുണ്ട്, നാഗമുണ്ട്, ഫണിയുണ്ട്, പിന്നെന്താണ് നമുക്ക് പറയാവുന്നത്? ഇപ്പൊ നമ്മൾ പഠിച്ചല്ലോ, അഹി ഉണ്ട്. നെക്സ്റ്റ് എന്താണ്? വിഷധരം. വിഷധരം. ഓക്കെ. നെക്സ്റ്റ് എന്താണ്? ചക്രി. നെക്സ്റ്റ് വ്യാളം. ഇതെല്ലാം ആരാണ്? പാമ്പാണ്, പാമ്പ്. ആനവാരി രാമൻ നായർ എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത് ആരാണെന്ന്? ആനവാരി രാമൻ നായർ ഏതാണ്? വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെതാണ് ആനവാരി രാമൻ നായർ എന്ന കഥാപാത്രം വരുന്നത്. നെക്സ്റ്റ് നോക്കാം. ആശാമേനോൻ ആരുടെ തൂലികാനാമമാണ്? ആശാമേനോൻ ആരുടേതാണ്? കെ ശ്രീകുമാറാണ്. കുറെ തൂലികാനാമങ്ങൾ പഠിക്കുന്നുണ്ട്. നന്ദനാർ ആരാണ്? PC ഗോപാലനാണ്. പിന്നെ വൈശാഖൻ MK ഗോപിനാഥൻ നായരാണ് വൈശാഖൻ എന്ന് പറയുന്നത്. തിക്കൊടിയൻ ആരാണ്? തിക്കൊടിയൻ അത് P കുഞ്ഞനന്ദൻ നായരാണ്. ഇന്ദുചൂടൻ ആരാണ്? KK നീലകണ്ഠനെയാണ് ഇന്ദുചൂടൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത്. നെക്സ്റ്റ് നോക്കാം. MD വാസുദേവൻ നായർക്ക് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏതാണ്? രണ്ടാം ഊഴമാണ്. രണ്ടാം ഊഴത്തിനാണ് എന്ത് ലഭിക്കുന്നത്? വയലാർ അവാർഡ് ലഭിക്കുന്നത്. രണ്ടാം ഊഴം, മസ്രവിത്ത്, മഞ്ഞ്, അങ്ങനെ കുറെ കൃതികളുണ്ടല്ലേ MDക്ക്. MDക്ക് എന്നാണ് ജ്ഞാനപീഠം ലഭിച്ചത്? 1995 MDക്ക് എന്ത് ലഭിക്കുന്നത്? ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത്. അതും കൂടി ഒന്ന് പഠിച്ചു വെക്കണേ. നെക്സ്റ്റ് നോക്കാം. ലയൺ ഷെയർ എന്നതിന്റെ, ലയൺ ഷെയർ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ, സിംഹഭാഗം അല്ലെ, ഭൂരിഭാഗം ഭാഗം, സിംഹഭാഗത്തെയാണ് നമ്മൾ ലയൺ ഷെയർ എന്ന് പറയുന്നത്. ഭാര്യ എന്ന പദത്തിന്റെ പര്യായം. ഭാര്യ, കളത്രം അല്ലെ. എന്താണ്? കുലത്തെ ത്രാണനം ചെയ്യുന്നവൾ ആരോ അവളാണ് ആര്? ഭാര്യ എന്ന് പറയുന്നത് അല്ലെ, കളത്രം എന്ന് പറയുന്നത്. ഭാര്യക്ക് മറ്റെന്തൊക്കെ പറയാം നമുക്ക്? പത്നി പറയാം, പിന്നെന്ത് പറയാം? വധു പറയാം, വല്ലഭ പറയാം. ഇതെല്ലാം എന്താണ്? ഭാര്യയാണ്, ഭാര്യ. ഓക്കെ. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്